ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. ഇന്ന് നമുക്ക് നല്ല പോഷക സമൃദ്ധമായ മുരിങ്ങയിലയും പരിപ്പും ചേർത്തുള്ള ഒരു നാടൻ ഒഴിച്ചുകറി തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 4 കപ്പ് മുരിങ്ങയില അതിൻ്റെ തണ്ടും നാരും ഒക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളം പോകുന്നതിന് വേണ്ടി ഇതുപോലൊരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു 1/3 കപ്പ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി നീളത്തിൽ മുറിച്ചത്, 4 വെളുത്തുള്ളി, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 4-5 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2.25 കപ്പ് വെള്ളം, ഇതെല്ലാം ചേർത്ത് 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/3 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3-4 ചെറിയ ഉള്ളി, 1/4 കപ്പ് വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുരിങ്ങയില കുക്കായി കിട്ടും. അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കുക. നാളികേരത്തിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. കറി ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് താളിക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം 4 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒന്ന് മൊരിച്ചെടുക്കാം. അതിലേക്ക് ഉണക്കമുളകും 2 തണ്ട് വേപ്പിലയും 1/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി മൊരിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില പരിപ്പ് നാടൻ ഒഴിച്ചുകൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.